ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അനാമികയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞിരിക്കുകയാണ്. കോടതിയിലാണെങ്കിൽ നവീൻ വക്കീൽ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരും ആ സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുക. നന്ദുവാണെങ്കിൽ ഈ തെളിവുകളെല്ലാം സംഘടിപ്പിച്ച് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് നവീൻ വക്കീലിന്. അങ്ങനെ അനാമികയാണെങ്കിൽ ഒരഴിഞ്ഞാട്ടക്കാരി ആയിരുന്നെന്നുള്ള കാര്യവും, അതുപോലെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ്, മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നുള്ള കാര്യവും തെളിയുന്നതോടു കൂടി തന്നെ ഈ കോടതിയുടെ മുമ്പിൽ അനി കുറ്റക്കാരനല്ലെന്നും അനന്തപുരിയിലുള്ളവരാരും കുറ്റക്കാരല്ലെന്നും, അതുപോലെ അനാമികയും അവളുടെ അച്ഛൻ വേണുവും താനീ ഫ്രോഡുകളാണെന്നും ഒക്കെ ഉള്ള കാര്യം അങ്ങ് തെളിയാണ് ചെയ്യുന്നത്. ഇതങ്ങ് തെളിഞ്ഞു കഴിയുമ്പോൾ കോടതി ശിക്ഷ വിധിക്കുന്നത് അനാമികയ്ക്കാണ് കേട്ടോ. അനാമികയാണ് തെറ്റുകാരിയെന്നും അങ്ങനെ അനന്തപുരിക്കാർക്ക് ആ കേസിൽ ഒരു പങ്കുമില്ലെന്നും അവരെ വെറുതെ വിടുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ അനാമിക പുറത്തിറങ്ങാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ സ്റ്റെഫിനെ കാണാൻ പോവാണ് കേട്ടോ. അനാമികയുടെ ഇപ്പോഴത്തെ കാമുകൻ സ്റ്റെഫിനോട് ചെന്ന കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റെഫിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ അനാമിക അങ്ങ് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴാണ് സ്റ്റെഫിൻ അനാമികയെ തള്ളിപ്പറയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണുവും സ്റ്റെഫിനും തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അനാമികയുടെ മുഖത്ത് നോക്കി സ്റ്റെഫിൻ പറയാണ് സ്റ്റെഫിൻ ഒരു പറ്റീരുകാരനായിരുന്നെന്നുള്ള കാര്യവും അനാമിക മനസ്സിലാക്കുക. അങ്ങനെ കൊടുത്ത കൊലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ അനാമികയ്ക്ക് തിരിച്ച് പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കോടതി ചോദിക്കുന്നുണ്ട് അനാമികയോട്, എന്തെങ്കിലും കുട്ടിക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുക. ഒരു മറുപടിയും പറയാതെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും കോടതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ടോ? എല്ലാ തെളിവുകളും ഇവിടെ വക്കീൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും നിഷേധിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പം അന്തകോപൻ വക്കീൽ എണീറ്റ് നിന്നത് പറയുന്നുണ്ട്, ഇല്ല, തെളിവുകളെല്ലാം ഉണ്ടല്ലോ, കോടതിക്ക് തെളിവുകൾ പരിശോധിക്കാം. തെളിവുകളിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതിക്ക് തന്നെ ആ കാര്യം തീരുമാനിക്കാമെന്ന് പറയണം. അപ്പോൾ കോടതി തെളിവുകളൊക്കെ പരിശോധിച്ചു, ഒരു കൃത്രിമത്വവും തോന്നുന്നില്ല, ഇതൊക്കെ നല്ല വ്യക്തമായ തെളിവുകളാണ് എന്ന് പറയാണ്. അങ്ങനെ അനാമികയ്ക്ക് ശിക്ഷ വിധിക്കുകയാണ് കേട്ടോ. കെട്ടിച്ചമച്ച ഒരു കേസ് ഉണ്ടാക്കി അനന്തപുരി പോലുള്ള ഒരു കുടുംബക്കാരെ അപമാനിക്കുകയും അനിയെപ്പോലെ ഒരു പാവം പുരുഷനെ വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് അനാമികയ്ക്കെതിരെ കേസ് വരികയാണ്. അതുപോലെ അനാമിക അനന്തപുരിയിൽ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓരോന്നും തെളിയാണ്. അപ്പോൾ മാനസികമായിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കോടതി ചില ഇളവുകളൊക്കെ അനാമികയ്ക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അനാമികയ്ക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാകുകയും ചികിത്സ തേടുകയൊക്കെ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ കോടതി അനാമികയ്ക്ക് വലിയ ശിക്ഷയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതേസമയം വേണുവിനും രേവതിക്കും ഒക്കെ ശിക്ഷ കൊടുക്കുന്നുമുണ്ട്. അതുപോലെ പിഴയടയ്ക്കാൻ വേണ്ടി കോടതി പറയാണ്, ഇതുപോലെ അനന്തപുരിക്കാരെ ബുദ്ധിമുട്ടിച്ചതിന് 1 കോടി രൂപ പിഴയടയ്ക്കണമെന്ന് പറയുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും പണമൊന്നും പിഴയടയ്ക്കാനായിട്ടില്ല, വേണമെങ്കിൽ ഞാൻ വന്ന് ജയിലിൽ കിടക്കാം, പക്ഷേ എനിക്ക് പിഴയടയ്ക്കാനില്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കേസ് കളിക്കാൻ തന്നെ പൈസ ഇല്ലായിരുന്നു എന്ന് വക്കീലിനോട് പറയും. വക്കീൽ പറയും, താൻ എന്ത് മനുഷ്യനാണോ, ഇത്രയധികം കാര്യങ്ങളുണ്ടായിട്ട് ഞാനൊരു വക്കീലല്ലേ, എന്നിൽ നിന്ന് പോലും താൻ ഇതൊക്കെ മറച്ചു വച്ചില്ലേ, അതല്ലേ പ്രശ്നമായെന്ന് ചോദിക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതെൻ്റെ മോളുടെ ജീവിതമല്ലേ, അവളുടെ ഈ പൂർവ്വകാലത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞ് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ അതൊക്കെ മറച്ചു വെച്ചതാണെന്ന് പറയാം. അപ്പോൾ വക്കീൽ പറയാ, നന്ദഗോപൻ വക്കീൽ, എടോ ഡോക്ടറോടും വക്കീലിനോടും കളവ് പറയരുതെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ തൻ്റെ മോളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറയണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിന് ലൂപ്പ് ഹോൾ ഞാൻ കണ്ടെത്തിയേനെ. ഇങ്ങനെയൊന്നും വാദിച്ച് ആ നവീൻ വക്കീൽ ജയിക്കില്ലായിരുന്നു. ഇതിപ്പോൾ കോടതിയിൽ ഞാൻ തോറ്റുപോയി. എനിക്കിങ്ങനെയുള്ള അനുഭവം വളരെ കുറവേ ഉണ്ടാകാറുള്ളൂ. ഞാൻ വാദിച്ച കേസുകളിലെല്ലാം തന്നെ ഞാൻ ജയിച്ചിട്ടുണ്ട്. പ്രതികളായിട്ടുള്ള ക്രൂരന്മാരെ പോലും ഞാൻ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ച് ഇപ്പോൾ ഇതുപോലൊരു സിമ്പിൾ കേസ്, ഒരു സ്ത്രീ പീഡന കേസ്, അത് ഇങ്ങനെ ഒക്കെ ആയി തീർന്നല്ലോ, അത് താൻ സത്യം പറയാഞ്ഞിട്ട് തന്നെയാണോ എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ മോളെ ഞാൻ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത്. അവൾക്ക് ഏറ്റവും നല്ലത് കിട്ടണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ വന്നപ്പോൾ ചില അബദ്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഒക്കെ അവൾ ചെന്ന് പെട്ടു. അതിന് ഞാനും അതുപോലെ രേവതിയും എതിർത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ മോളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ നിന്നു കൊടുത്തു. അവളുടെ ജീവിതം തകർന്നു പോയി. ആ റോബിൻ എന്ന് പറയുന്നവൻ ഇവളെ ചതിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി എൻ്റെ മോള് തകർന്നു പോയി. മാനസികമായി തകർന്ന അവളെ മാനസികാരോഗ്യ കേന്ദ്രത്തെ കൊണ്ടുപോയി ചികിത്സിച്ച ശേഷം ആ നാടും വീടും വിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്.
എൻ്റെ മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അവളും അങ്ങനെ തന്നെയേ ചിന്തിച്ചുള്ളൂ. അവൾക്ക് ഒരു വാശിയായിരുന്നു ഈ റോഷനേക്കാളും നല്ല ഒരുത്തനെ വിവാഹം കഴിച്ച് ഒരുപാട് പണമുള്ള ഒരു വീട്ടിൽ നിന്ന് കുറേ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു വാശി, എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കണം എന്നുള്ള ഒരു വാശി. അങ്ങനെയാണ് അനിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും സ്വത്തുള്ള വീട്ടിലെ ചെറുക്കനാണെന്ന് അറിഞ്ഞപ്പം ആ വിവാഹത്തിന് ഞങ്ങളെല്ലാവരും സമ്മതിച്ചതും ഒക്കെ. അനന്തപുരിയിലെ പണം കണ്ടിട്ടാ. പക്ഷെ അവക്ക് അനിയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനും കാരണമുണ്ട്. ആ വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഇവള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അതോടുകൂടി അവൻ അകൽച്ച കാണിച്ചു തുടങ്ങുകയും പഴയ കാമുകി നന്ദുവിന്റെ പുറകെ പോവുകയും ചെയ്തു. പിന്നെ ദിവസവും അവിടെ വഴക്കായിരുന്നു. അവക്ക് അനിയെ ഉപേക്ഷിച്ച് പോരണമെന്ന് അവൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ സമ്മതിച്ചിരുന്നില്ല. അവിടുത്തെ പണം കണ്ടിട്ടായിരുന്നു. ആ പണം കിട്ടിയതിന് ശേഷം നമുക്ക് പോരാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പലതും ചെയ്തു കൂട്ടുകയുണ്ടായി. ആ സമയത്താണ് അനാമിക സ്റ്റെഫിനുമായിട്ട് അടുപ്പത്തിലായത്. സ്റ്റെഫിൻ ഒരു സാധാരണ വീട്ടിലെ പയ്യനാണ്. വലിയ പണവും സ്വത്തും ഒന്നും ഇല്ലെങ്കിലും അനാമിക അവൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്ന് ഈ കോമ്പൻസേഷൻ കിട്ടിയ സ്റ്റെഫിനും ഒത്തൊരു ജീവിതം തുടങ്ങാൻ അനാമിക കാത്തിരിക്കുകയാണെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് വക്കീല്, എന്നാൽ പിന്നെ തൻ്റെ മോൾ ഇപ്പോൾ തന്നെ മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. കോടതി വെച്ച് അവളുടെ പെരുമാറ്റം കണ്ടില്ലേ? താൻ അവളെ ഒന്നുകൂടി ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ മാറ്റം ഉണ്ടാവും. അതിനൊക്കെ ശേഷം ആ സ്റ്റെഫിനുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുക. നിങ്ങൾക്ക് ചേരുന്ന ബന്ധം തന്നെ സ്റ്റെഫിൻ്റെ. അനാമികയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനുമായിട്ടുള്ള ആ വിവാഹം തന്നെ അങ്ങ് നടത്തി കൊടുക്കണം എന്ന് പറയണം. അപ്പോൾ വേണു പറയുന്നുണ്ട്, ശരിയാണ്, സ്റ്റെഫിനെ പോയി കാണണം. അനാമിക മോളെ അവൻ്റെ കൈകളിലാണെങ്കിലും ഏൽപ്പിക്കണം. എൻ്റെ കുട്ടി ഇനിയും ബുദ്ധിമുട്ടാൻ പാടില്ല എന്നൊക്കെ പറയാം. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അനാമിക ആകെ വയലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അനാമിക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പെറുപെറുക്കുന്നു. ജീവിതത്തിൽ ഞാൻ തോറ്റുപോയല്ലോ, ഇതുപോലെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടേണ്ടി വന്നല്ലോ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുകയാണ്. അപ്പോഴേക്കും രേവതി ആകെ വിഷമിക്കുക. രേവതിയാണെങ്കിൽ അനാമികയുടെ മുമ്പിൽ നിന്ന് അനാമികയോട് പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഇതിപ്പോൾ സംഭവിച്ചു പോയി, നമുക്ക് കേസ് ജയിക്കാൻ പറ്റിയില്ല, അതോർത്ത് നീ വിഷമിക്കാതെ, നിനക്ക് ഇനിയും ജീവിതം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയാണ്, എന്ത് ജീവിതം, ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, ഒരു 10 രൂപ പോലും കിട്ടിയില്ല, പോരാത്തതിന് അങ്ങോട്ട് പിഴ അടയ്ക്കേണ്ടിയും വന്നു. ആ അനിയുടെയും ആ നന്ദുവിൻ്റെയും മുമ്പിൽ ഞാൻ തോറ്റുപോയി. ആ നന്ദു ഉണ്ടല്ലോ, അവളാണ് ഇതിനെല്ലാം കാരണം. ഈ തെളിവുകളെല്ലാം സംഘടിപ്പിച്ച വക്കീലിന് കൊടുത്തത് അവളാണ്. അവൾക്ക് അനിയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അവൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണിത്. ഞാൻ സമ്മതിക്കില്ല, അനിയുടെ കൂടെ അവളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് നടക്കുകയാണ് അനാമിക. അപ്പോഴാണ് വേണു വരുന്നത്. വേണു ചോദിക്കുക, മോളെ നീ എന്താ ഇത്, ഇപ്പോഴും നിന്റെ ദേഷ്യം നേർന്നില്ലേ? നീ അതൊക്കെ വിട്, നിനക്ക് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിക്ക്, നീ ആ സ്റ്റെഫിൻ്റെ കൂടെ ജീവിക്ക് എന്ന് പറയണം. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അതെ, ഞാനും സ്റ്റെഫിനും ഒന്നിച്ച് ജീവിക്കും. കാരണം സ്റ്റെഫിൻ എന്നെ ജീവനാണ്. അവന് പണവും സ്വത്തും ഒന്നും ഇല്ലെങ്കിലും അവൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നത്. അനന്തപുരിയിലെ പണം കിട്ടിയിട്ട് വലിയ ബിസിനസ് ചെയ്യണമെന്നും സ്റ്റെഫിൻ അയർലൻഡിൽ പോകണമെന്നും അങ്ങനെ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷെ ഒന്നിച്ച് ജീവിക്കും. 1 രൂപ പോലും ഇല്ലെങ്കിലും എൻ്റെ സ്റ്റെഫിൻ എന്നെ സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ഉടനെ തന്നെ വിവാഹമൊക്കെ നടത്താം. അതിനു മുമ്പ് നീ ഡോക്ടറെ ഒന്ന് പോയി കാണണം, ഒരു ചെറിയ കൗൺസിലിംഗ് നടത്തണം. പഴയ ആ ഒരു അവസ്ഥയിലേക്ക് നീ ഇനി തിരിച്ചു പോകാൻ പാടില്ലെന്ന് പറയുമ്പോൾ അനാമിക്ക് പറയാം, എനിക്കൊരു ഡോക്ടറെയും കാണണ്ട, എനിക്ക് ആരോടും സംസാരിക്കുകയും വേണ്ട. കാരണം ഞാൻ ഈ അവസ്ഥയെ ആഗ്രഹിക്കുന്നുണ്ട്. നന്ദുവിനും അനിക്കുമെതിരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഒരിക്കലും നന്ദു അനി ഒന്നിക്കാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഏത് വിധേനയും ഞാനത് തടയും എന്നൊക്കെ അനാമിക പറയാം. ഇപ്പോൾ വേണു പറയുന്നുണ്ട്, ഒരിക്കലും നന്ദു അനിയും തമ്മിൽ ഒന്നിക്കാനൊന്നും പോകുന്നില്ല മോളെ എന്ന് പറയാം. ആ കനകയും അതുപോലെ ഗോവിന്ദനും ആ വിവാഹത്തിന് സമ്മതിക്കില്ല. പലരും ആലോചിച്ച് ചെന്നിട്ട് പോലും ആ വിവാഹത്തിന് അവർ സമ്മതിച്ചിട്ടില്ല. CI സച്ചിദാനന്ദനുമായിട്ടുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ. അടുത്ത ദിവസം നന്ദുവിൻ്റെയും CI സച്ചിൻ്റെയും കൂടെ വിവാഹം നിശ്ചയമാണ്. പിന്നെ എങ്ങനെയാ നന്ദു അനിയും കൂടെ ഒന്നിക്കുന്നത്? നീ അതൊക്കെ വിട്, നീ നിന്റെ കാര്യം നോക്ക്. പോയതോ പോയി, ഇനിയും നമുക്ക് എങ്ങനെയെങ്കിലും പറ്റുമ്പോഴൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അനാമിക പറയാണ്, ഇല്ല, അനന്തപുരിയിൽ ഒറ്റ ഓർണത്തിന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ അനാമിക ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ല. അതുപോലെ അനിയും നന്ദു ഒന്നിച്ച് ജീവിക്കാനും പാടില്ല. രണ്ടിലൊരാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാനും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാകുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. വേണു തൽക്കാലത്തേക്കൊക്കെ അടക്കിയിരുത്തുന്നൊക്കെ ഉണ്ട്. അതേസമയം അനന്തപുരിയിലാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കേസ് ജയിച്ചു എന്നുള്ള കാരണം കൊണ്ട് തന്നെ. അങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും കേസ് ജയിച്ചു. ഇപ്പം സത്യാവസ്ഥയൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ? അവളുടെ ഒപ്പം ജീവിക്കുമ്പോഴും നിങ്ങളെല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്.
അപ്പോഴേക്കും ഉടനെ ആദർശ് പറയാണ്, എടാ അവൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിനക്കറിയായിരുന്നല്ലേ, എന്നിട്ടും നീ അത് ഞങ്ങളോട് ആരോടും പറയാതിരുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാ, അത്രയും മോശപ്പെട്ടവളാണല്ലോ ഈ അനന്തപുരിയിലേക്ക് കയറി വന്നതെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിയുമ്പം അവർ ഒരുപാട് വിഷമിക്കും. അതെല്ലാം ഓർത്തിട്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നതെന്ന് അനി പറയുകയാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, സാരില്ല അനി, നീ അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു ബഹളം വെച്ച് അതങ്ങ് തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അനിയെ ആശ്വസിപ്പിക്കുക. അപ്പം നമ്മുടെ ജാനകി അങ്ങോട്ട് വരികയാണ്. ജാനകി വരുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ജാനകി നീ അറിഞ്ഞോ നിന്റെ പുന്നാര മരുമകളുടെ ചരിത്രമൊക്കെ എന്ന് ചോദിക്കുക. അപ്പം ജാനകി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം ജലജ അവിടെയുണ്ട്. അപ്പം ജലജ പറയാണ്, ഹോ അവൾ ഇത്തരക്കാരിയായിരുന്നു, എന്നിട്ട് ഒരു വിവരം പോലും നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇവളുമാരൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ച് കയറി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ചരിത്രം അന്വേഷിച്ച് നടന്നാലേ പലതും കിട്ടും. വേറെ രണ്ടെണ്ണം ഇവിടെ വന്ന് കയറിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം നയന പറയാണ്, അപ്പച്ചി എന്താ അർത്ഥം വെച്ച് സംസാരിച്ചതുപോലെ, കനകയുടെയും ഗോവിന്ദൻ്റെയും മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ ചരിത്രമൊക്കെ അപ്പച്ചിക്ക് അന്വേഷിക്കാം, ഇതുപോലുള്ള ചരിത്രമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും ഉടനെ തന്നെ ജയൻ ചോദിക്കുകയാണ്, ദേ ഇപ്പം എങ്ങനെയുണ്ട് ജാനകി എന്ന് ചോദിക്കുക. നീ നിൻ്റെ പുന്നാര മരുമോളെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാലേ എന്ന് ചോദിക്കുമ്പം അനിയും പറയുന്നുണ്ട്, അമ്മയ്ക്ക് മതിയായില്ലേ, അവളുടെ ചരിത്രം മുഴുവൻ ഇന്ന് കോടതിയിൽ വിവരിക്കപ്പെട്ടു. അത് കേട്ടാൽ നമ്മൾ നാണം കെട്ടുപോകും. അതുപോലെ അഴിഞ്ഞാടി നടന്നവളാ അനാമിക. എന്നിട്ടും അവളിവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോഴും അമ്മ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നില്ലേ? അതുകൊണ്ടല്ലേ അവൾ ഇത്രയധികം വളർന്നു പോയത്. മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ കോടതി കയറ്റാൻ പാവം മുത്തശ്ശിയെ അഴിക്കുള്ളിൽ നിർത്തി വിസ്തരിച്ച് എന്ത് മോശമായിട്ടാണ് ആ വക്കീല് സംസാരിച്ചതെന്ന് അമ്മയ്ക്ക് അറിയാമോ? അമ്മയ്ക്ക് ഇപ്പോഴും അവളെ താല്പര്യമാണെങ്കിൽ ചെന്ന് വിളിച്ചോണ്ട് വാ എന്ന് പറയാണ്. അപ്പം ജാനകി പറയാ, ഇല്ല നീ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അവളെ വിശ്വസിച്ചു, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പല പ്രാവശ്യവും അവൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു തരികയും സ്നേഹത്തോടെ നിൽക്കുകയൊക്കെ ചെയ്തു. ഇതിലൊരു ചതിയുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ നന്ദുവിനെ കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നയനയും നവിയും ഒക്കെ നീയും ഒക്കെ കൂടെ കളിക്കുന്ന കളിയാണ് ഇതെന്ന് ഓർത്തപ്പോഴാണ് എനിക്ക് ഇവരോടൊക്കെ ദേഷ്യം വന്നത്. നയനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന, പക്ഷേ അനാമിക പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിച്ചെന്നെ. അതുപോലെ നന്ദുവിനെ ഈ വീട്ടിൽ വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ എല്ലാവർക്കും താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ അനാമിക പറഞ്ഞാൽ വിശ്വസിച്ചത്. എൻ്റെ അടുത്ത് നല്ല കുഞ്ഞായിട്ട് തന്നെയാണ് അവൾ നിന്നത്. അതുകൊണ്ടാ ആരും എന്നെ കുറ്റപ്പെടുത്താനൊന്നും വരണ്ട എന്ന് പറയാം. അപ്പോഴേക്കും അജയൻ പറയും, ഓഹോ നിൻ്റെ അടുത്ത് നല്ലവളായിട്ട് നിന്നതാണെങ്കിൽ എന്നാൽ നീ ഇനിയും വിളിച്ചോണ്ട് വാ, താലപ്പൊലിയും ഒക്കെ ആയിട്ട് വിളിച്ചോണ്ട് വരാൻ പറയാണ്. അപ്പം ഉടനെ ജാനകി പറയാം, ഇല്ല സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അവൾക്ക് ഇങ്ങനെ ഒരു പൂർവ്വകാലം ഉണ്ടെന്നും അവളുടെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള വൈകൃതങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ തെളിഞ്ഞതല്ലേ. അനിയുടെ ജീവിതം വച്ചാ പന്താടിയത്. എനിക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു. ഒരു പാമ്പിനാണല്ലോ പാല് കൊടുത്തോണ്ടിരുന്നതെന്ന് ഓർക്കുമ്പം എനിക്കിപ്പോൾ നല്ല വിഷമമുണ്ട്. പാവ അനി, അവനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി. അവൻ്റെ ജീവിതം വെച്ചാ കളിച്ചത്. അത് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാനകിയും പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ജാനകി നിനക്ക് സത്യം മനസ്സിലായല്ലോ, നമ്മളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് ജാനകി എന്ന് പറയാം. ഞാനും വസുന്ധരയും ഒക്കെ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അവൾ ഞങ്ങളോട് എന്താ ചെയ്തത് അതിൽ തന്നെ അറിയാം അവളുടെയും ആ വേണുവിൻ്റെയും ഒക്കെ സ്വഭാവം. എന്തായാലും അതങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഇനി അനാമിക എന്നുള്ളൊരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാനേ വെക്കണ്ട. അവളായി അവളുടെ പാടായി, നമ്മുടെ കേസ് നമ്മൾ ജയിച്ചല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അനിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി ഇനി നീ എല്ലാം മറക്കണം. അനാമികയെക്കുറിച്ചുള്ള ചിന്ത പോലും നിൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. നീ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ വേറൊരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. നന്ദുവിനെ കുറിച്ചും നീ ചിന്തിക്കാൻ നിൽക്കണ്ട. അടുത്ത ആഴ്ച നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമാണ് ആ CI സച്ചിനുമായിട്ട്. അങ്ങനെയുള്ളപ്പം നിൻ്റെ മനസ്സിൽ ഇനി അവൾ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യരുത്. ആ കുട്ടിയെ കൂടി ഇനി നീ വിഷമിപ്പിക്കരുത്. കനകയ്ക്കും ഗോവിന്ദനും ഒന്നും ഈ ബന്ധം ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളിത് മറക്കണം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറി പോവാണ്. എന്നിട്ട് അനി അവിടെ ചെന്ന് ഉടനെ തന്നെ നന്ദുവിനെ വിളിക്കുക. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ അനി കേസ് ജയിച്ചതിൻ്റെ സന്തോഷമല്ലേ? ഏതായാലും ആ തെളിവുകളൊക്കെ നമ്മളെ സഹായിച്ചല്ലോ, അവളുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ലോ എന്ന് പറയാം.
അപ്പോൾ അനിയും പറയുന്നുണ്ട്, ശരിയാണ്, നീ സംഘടിപ്പിച്ചു തന്ന ആ തെളിവുകൾ കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കേസ് വിജയിക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ അവൾ ഇപ്പോഴും എൻ്റെ തലയിലായനെ, അനന്തപുരിയിലെ കോടിക്കണക്കിന് പണത്തിന് വില പേശി നിന്നേനെ എന്നൊക്കെ ഇങ്ങനെ അനി പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ആ കാര്യത്തിൽ നമ്മൾ ജയിച്ചു. ഇനിയിപ്പം വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ അനി, നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ആ കാര്യം എന്തായി അനി എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, ആ CI സച്ചിൻ്റെ കാര്യമല്ലേ, അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റി. വ്യക്തമായ തെളിവുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറയാണ്. അപ്പം നന്ദു പറയാ, എടാ വിളിക്കണേ, അയാൾ അത്ര പന്തിയല്ലെന്നുള്ള കാര്യം എനിക്കും അറിയാം. അയാളുടെ എൻ്റെ പല കേസുകളും ഒരു തട്ടിപ്പ് വീരനും ഒക്കെ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതിൻ്റെ തെളിവുകളൂടി സംഘടിപ്പിച്ചാലേ എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു തെളിവുകൾ വീട്ടുകാരുടെ മുമ്പിൽ നിരത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ വിവാഹം മുടങ്ങിപ്പോവുള്ളൂ. നിനക്കറിയാലോ അടുത്തയാഴ്ച എൻ്റെ വിവാഹ നിശ്ചയമാണെന്ന്. ആ വിവാഹ നിശ്ചയം പോലും നടക്കാൻ പാടില്ല. അതിനു മുമ്പ് എല്ലാ തെളിവുകളോടും കൂടി അവനെ നമുക്ക് പൂട്ടണം എന്ന് പറയാണ് നന്ദു. അപ്പോൾ അനിയും പറയുന്നുണ്ട്, ശരിയാ, ഇനിയിപ്പം സ്വാതന്ത്ര്യത്തോടു കൂടി ആ തെളിവുകൾ സംഘടിപ്പിക്കാൻ ഞാൻ നടക്കും. നിന്നെ ഒരുത്തനും ഞാൻ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല നന്ദു എന്ന് പറയാണ്. അതേസമയം അനാമികയും വേണുവും രേവതിയും കൂടെ വീണ്ടും സംസാരിക്കുക. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് വേണുവേട്ടാ, ഇനിയിപ്പം ഇവളെ ഇങ്ങനെ വെറുതെ നിർത്തണ്ട. ഏതായാലും അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ കണ്ട് നമ്മൾ പല കളികളും കളിച്ചു. എല്ലാ കളികളും പാളിപ്പോയ സ്ഥിതിക്ക് ഇനിയിപ്പം ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, മോളെ നമുക്ക് വിവാഹം കഴിച്ചു വിടണം. ഒരു നല്ല വിവാഹ ജീവിതമൊക്കെ തുടങ്ങുമ്പം അവൾ ഇതെല്ലാം മറക്കുകയും അവളുടെ മനസ്സിലെ ഈ വിഷമങ്ങൾ മാറുകയും ചെയ്യും. ഇല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇനിയും പഴയ അവസ്ഥയിലേക്ക് അവൾ തിരിച്ചു പോകും. നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെട്ടു പോവില്ലേ വേണുവേട്ടാന്ന് ചോദിക്കുമ്പം വേണു പറയാം, അത് ശരിയാണ്, ഇനിയിപ്പം ഒരുപാട് പണമുള്ളവരെ ഒന്ന് നോക്കിപ്പോയാൽ അതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവളിപ്പം അവളുടെ ആ കാമുകനെ തന്നെ വിവാഹം കഴിക്കട്ടെ, ആ സ്റ്റെഫിനെ. അവനുമായിട്ടുള്ള വിവാഹം നമുക്ക് നടത്തി കൊടുക്കാം. പണവും സമ്പത്തും ഒന്നും നോക്കണ്ട, അവനിവളെ നന്നായിട്ട് സ്നേഹിക്കുമല്ലോ, അത് മതിയെന്ന് പറയാണ്. അപ്പോൾ അനാമികയോട് പറയുന്നുണ്ട്, നാളെ തന്നെ നമുക്ക് പോയി സ്റ്റെഫിനെ കാണണം, സംസാരിക്കണം, ഞാനും നിൻ്റെ കൂടെ വരാമെന്ന് പറയാം. അങ്ങനെ വേണുവും അനാമികയും കൂടെ സ്റ്റെഫിനെ കാണാൻ പോവാണ്. സ്റ്റെഫിനോട് ഒരു പാർക്കിലേക്ക് വരാനായിട്ട് പറഞ്ഞിരിക്കുക. അനാമിക വിളിക്കുന്നുണ്ട് സ്റ്റെഫിനെ, വിളിച്ചിട്ട് പറയുന്നുണ്ട്, സ്റ്റെഫിൻ നീ പാർക്കിൽ വരണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അപ്പോൾ അത് പറയുമ്പോഴേക്കും സ്റ്റെഫിൻ ചോദിക്കുക, എന്താ നിനക്ക് സംസാരിക്കാൻ, ഇപ്പം എന്തിനാ നീ എന്നെ കാണുന്നതെന്ന് ചോദിക്കുക. അല്ല, നീ അറിഞ്ഞില്ലേ കോടതിയിലെ വിവരങ്ങളൊക്കെ, ആ കേസ് ഞങ്ങൾ തോറ്റുപോയി, അനന്തപുരിയിലെ പണമൊന്നും ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് നിന്നോട് എനിക്ക് സംസാരിക്കണം, നീ കൂടി എന്നെ കൈവിട്ടാൽ ഞാൻ തകർന്നു പോകുമെന്ന് പറയുമ്പോൾ സ്റ്റെഫിൻ ഒരു വലിയ ബുദ്ധിമുട്ട് പോലെ പറഞ്ഞിട്ട് പറയാം, ഞാൻ വരാം, ഞാൻ അല്ലെങ്കിലും നിന്നോട് സംസാരിക്കണം എന്ന് വെച്ച് തന്നെ ഇരിക്കുകയായിരുന്നു, ഞാൻ വരാം എന്ന് പറയണം. അങ്ങനെ വേണുവും അനാമികയും കൂടി പോവാണ് കേട്ടോ സ്റ്റെഫിനെ കണ്ട് സംസാരിച്ച് വിവാഹം ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ആ പാർക്കിൽ സ്റ്റെഫിൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അനാമിക അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, വേണുവും കൂടെയുണ്ട്. അപ്പോൾ അനാമിക പറയാം, സ്റ്റെഫിനെ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, കോടതിയിൽ ഞങ്ങൾ കേസ് തോറ്റു, അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പം ആ ബന്ധം വേർപെട്ടു, അനിയുമായിട്ടുള്ള ഡിവോഴ്സും നടന്നു. ഇനിയിപ്പോൾ നമ്മുടെ ബന്ധം തുടർന്നുകൊണ്ട് പോകാം. നമ്മുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കണ്ടേ, നീ നിൻ്റെ വീട്ടുകാരോടൊക്കെ നമ്മുടെ കാര്യം സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റെഫിൻ പറയാ, ഞാനെന്തിനാ എൻ്റെ വീട്ടുകാരോട് ഈ കാര്യം സംസാരിക്കുന്നത്, അതിന് നമ്മൾ തമ്മിൽ എന്ത് ബന്ധം അനാമിക ഉണ്ടായിരുന്നത്. അപ്പം അനാമിക ചോദിക്കുക, നീ എന്താ പറയുന്നത്, നമ്മൾ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നെന്നോ. അപ്പം നമ്മൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതല്ലേ. അതൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞു പോയി, പക്ഷെ നീ അന്നും അനിയുടെ ഭാര്യയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് ഈ കേസ് ജയിച്ച് അല്ലെങ്കിൽ അനന്തപുരിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയായിട്ട് നീ വരുമെന്നല്ലേ. ആ പണം കിട്ടിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളായിരുന്നു. ഒന്നെങ്കിൽ നാട്ടിൽ തന്നെ ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ അയർലൻഡിലേക്ക് പോകാം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാ, പണമാണോ നീ നോക്കിയത്, അപ്പോൾ നീ എന്നോട് പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നോ എന്ന് ചോദിക്കുക. അല്ല, വെറുതെ ഒന്നും അല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, പണത്തിൻ്റെ കാര്യം അന്ന് നമ്മൾ സംസാരിച്ച ഡീൽ ഉറപ്പിച്ചതല്ലേ, ആ ഡീലിൻ്റെ പുറത്താണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പണം കിട്ടിക്കഴിഞ്ഞ് എനിക്ക് അയർലൻഡിൽ പോയി അവളെ സെറ്റിലാവണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതിപ്പം പണം ഇല്ലാതെ നിന്നെയും കൊണ്ട് പോയിട്ട് ഞാൻ എവിടെ പോയി ജീവിക്കും, എങ്ങനെ നമ്മൾ ജീവിക്കും, എന്ത് ജോലി ചെയ്ത് ജീവിക്കും, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ. ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല അനാമിക എന്ന് പറയുമ്പം അനാമിക ചോദിക്കുക, അപ്പം നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ, നീ അപ്പോൾ സ്നേഹം നടിച്ച് പറ്റിക്കുകയായിരുന്നല്ലേ, ആ സ്വത്തും പണവും ഓർത്തിട്ടാണ് നീ അപ്പം എന്നോട് പലതും പറഞ്ഞതല്ലേ സ്റ്റെഫ് എന്നും പറഞ്ഞ് കുത്തിനൊക്കെ കയറി പിടിക്കുന്നുണ്ട് സ്റ്റെഫിൻ്റെ. അപ്പം സ്റ്റെഫിൻ തട്ടി മാറ്റുക. അപ്പം വേണു പറയാ, എടാ നീ എൻ്റെ മോളെ ചതിക്കുകയായിരുന്നോ, അവൾ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് കൂടിയല്ലേ അവൾ ഈ കളികളൊക്കെ കളിച്ചത്, എന്നിട്ട് ഇപ്പോൾ പണം ഇല്ലെന്ന് അറിഞ്ഞപ്പം നീ അവളെ ചതിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം സ്റ്റെഫിൻ പറയാ, അതെ,
പണം ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ മോള് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അവൾ ഇതിനു മുമ്പുള്ള പല ബന്ധങ്ങളും അതുപോലെ അനിയെ കൊല്ലാൻ വരെ നോക്കിയവളാ. അപ്പൊ പിന്നെ എന്നെ അവൾ വെറുതെ വിടുവോ? അക്കാര്യത്തിൽ എനിക്ക് നേരത്തെ തന്നെ പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പണം കിട്ടുവാണെങ്കിൽ സഹിക്കാമെന്ന് വിചാരിച്ചാ. ഇതിപ്പോ അതുമില്ല. കോടതിയിൽ എന്തെല്ലാം കാര്യമാണ് തെളിഞ്ഞത്? ഇവൾ ഇതിനു മുമ്പ് ഒന്ന് ഗർഭിണിയായിരിക്കുന്നതെന്ന്, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാണെന്ന്, അതുപോലെ തന്നെ മഹാരോഗമായ ഭ്രാന്ത് അതുകൂടി ഉണ്ടായിരുന്നു ഇവക്ക്. ഈ ഭ്രാന്തിയെ വിവാഹം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ കോടതിയിലുള്ളതല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഇവളുമായിട്ടൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദേ അനാമികെ, ഇനി എന്നെ ശല്യപ്പെടുത്താൻ നീ വന്നേക്കരുതെന്ന് പറയാം. അപ്പോൾ വേണു പറയാം, എടാ ദുഷ്ട, നീ ഓർത്തു, നിനക്ക് പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഈ വേണു നിന്നെ വെറുതെ വിടുമെന്നൊന്നും ഓർക്കണ്ടെന്ന് പറയാം. നിങ്ങൾ എന്താച്ചാ ചെയ്യേ? ഞാൻ അടുത്ത ആഴ്ച പോവുക. അയർലൻഡിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞാൻ അയർലൻഡിലേക്ക് വിടും. അനാമികെ, ദയവ് ചെയ്ത് എൻ്റെ പുറകെ ഇനി നീ നടക്കരുതെന്ന് പറയാം. അപ്പോൾ ഇതുകൂടെ കേൾക്കുമ്പോൾ നമ്മുടെ അനാമിക അങ്ങ് കരഞ്ഞു മെഴുകുകയാണ് കേട്ടോ. അനാമിക ചെയ്തു കൂട്ടേൻ്റെ എല്ലാം ഫലം നന്നായിട്ട് തന്നെ തിരിച്ച് കിട്ടുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്